ചേട്ടാ, സംവിധായകനും നടനുമൊക്കെയായ രഞ്ജിത്തിനെതിരെ ആ ഒരു ലൈംഗികാതിക്രമ പരാതി കുറച്ച് നാളുകൾക്ക് മുൻപ് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ രഞ്ജിത്തിന് ആശ്വാസകരമായ ഒരു വിധി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഒരാൾ നൽകിയ ഹർജിയിൽ പല വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. 2012 ബംഗളൂരുവിലെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്ന് പറയുന്നു. ആ ഹോട്ടൽ 2016 മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുന്നു. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു ഈ കേസിൽ പരാതിക്കാരന് നേർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അതിനകത്ത് രഞ്ജിത്തിന് ആശ്വാസകരമായൊരു വിധി കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇത്? കോഴിക്കോട് സ്വദേശിയായിട്ടുള്ളൊരു യുവാവാണ്. നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സംവിധായകനും ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്തിനെതിരെ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്. അതിനു മുമ്പ് തന്നെ 2009 പാലേരി മാണിക്യത്തിൻ്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് രഞ്ജിത്ത് ഒരു ബംഗാളി നടിയോട് മോശമായി പെരുമാറിയെന്നും പറഞ്ഞ് അവരൊരു പരാതി മെയിൽ ചെയ്യുകയും ആ പരാതി മെയിലിൽ കിട്ടിയ ശേഷം കൺസേൺഡ് സ്റ്റേഷനായിട്ടുള്ള നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കോഴിക്കോടുള്ള ഒരു യുവാവ് പരാതിയുമായി എത്തുന്നത്. 2024 ഓഗസ്റ്റ് 26 ഈ പരാതി എത്തുന്നത്. അപ്പോൾ ഒരു പീഡന പരാതി ആയതുകൊണ്ട് അയാളുടെ പേര് വിവരങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ യുവാവിൻ്റെ പരാതി വന്ന സമയത്ത് തന്നെ നമ്മൾ നടത്തിയ ചർച്ചയിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഈ കേസ്, അതായത് ഇത്തരം കേസുകൾ വന്നപ്പോൾ അതിൽ ഉണ്ടാകുന്ന ഒരു മൈലേജ്, ആ ഒരു മീഡിയയുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധാരാളം പേർ ഇപ്പോൾ വന്നു കയറുന്നുണ്ട്. യഥാർത്ഥ ഇരകളൊക്കെ തന്നെ മറവിലിരിക്കുകയും എന്നാൽ അല്ലാത്ത ആളുകൾ ഇതുപോലെയുള്ള പരാതികൾ വേണ്ടി പോലും ആളുകൾ പരാതിയുമായി വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, എനിക്കെതിരെയുള്ള സോഷ്യൽ മീഡിയ ആരോപണങ്ങളിൽ ഞാൻ പ്രതികരിക്കാതിരിക്കുകയാണ്, എല്ലാത്തിനോടും എനിക്ക് പ്രതികരിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഒരു സ്ത്രീയെ ഇവിടെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻഫോ പാർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കുറേ വിവരണങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലേന്ദ്ര മേനോൻ പോയി കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാലേന്ദ്ര മേനോൻ്റെ കാര്യം നോക്കുമ്പോൾ ബാലേന്ദ്ര മേനോൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കൊടുത്തത്. കാര്യം ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പരാതിയുമായി പോയത്. ഇതൊരു ഭീഷണിയുടെ ഭാഗമാണ് എന്നുള്ള കാര്യമാണ് പരാതിക്കുള്ള മറുപടിയായി കോടതിയിൽ റിപ്പോർട്ടായി പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രഞ്ജിത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത് 2009 പാലേരി മാണിക്യത്തിന് ശേഷം 2012 ബാവൂട്ടിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിൽ അഭിനയ മോഹവുമായി കോഴിക്കോടേക്ക് ഈ യുവാവ് ചെല്ലുന്നു. കോഴിക്കോട് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെല്ലുന്നു. ഒരു ടിഷ്യൂ പേപ്പറിൽ സംവിധായകൻ രഞ്ജിത്ത് തൻ്റെ നമ്പർ എഴുതി കൊടുത്ത ശേഷം തന്നെ വിളിക്കാൻ പറയുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് +2 വിദ്യാർത്ഥിയായിട്ടുള്ള താൻ രഞ്ജിത്തിനെ വിളിച്ചെന്നും ബംഗളൂരുവിലേക്ക് വരാൻ നിർദ്ദേശപ്രകാരം ബംഗളൂരുവിൽ സിനിമാ അവസരം മോഹിച്ചുകൊണ്ട് ചെല്ലുകയും ചെയ്തു. അവിടെ രാജ്യാന്തര വിമാനത്താവളത്തിനടുത്തുള്ള ഹോട്ടൽ താജ്, അവിടുത്തെ 4ാം നിലയിലെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് രഞ്ജിത്ത് അവിടെ മദ്യപിച്ച് നിൽക്കുകയായിരുന്നെന്നും അതിന് ഇടെ തന്നോട് വസ്ത്രം അഴിക്കാൻ പറഞ്ഞെന്നും ഇതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി ഒരു നടിക്ക് അയച്ചു കൊടുത്തെന്നുമാണ് ഈ യുവാവ് നൽകിയിരിക്കുന്ന പരാതി. തുടർന്ന് നടിക്ക് അയച്ചു കൊടുത്ത ശേഷം പ്രകൃതി വിരുദ്ധമായി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഈ യുവാവ് പറഞ്ഞിരിക്കുന്ന മൊഴി. ഈ യുവാവിൻ്റെ പരാതി അന്ന് ആദ്യം വന്നത്, പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം വരുന്നത് മാധ്യമങ്ങളുടെ മുന്നിലേക്കാണ്. അതെങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരാതി പറയുന്നത്? മാധ്യമങ്ങളാണോ ഇവിടെ FIR ഇടുന്നത്? അല്ലല്ലോ. ഇതൊരു ജെനുവിനായിട്ടുള്ള പരാതിയാണെങ്കിൽ അത് പോകേണ്ടത് പോലീസിലേക്കായിരുന്നു. അതെ. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തനിക്കൊരു ഹൈപ്പ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യുവാവ് ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളന്ന് സംസാരിച്ചത്. ഇപ്പോൾ ഇയാളെ ഇരയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല, പിന്നെ അതിൻ്റെ കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോടതി ആ കേസ് റദ്ദാക്കി കഴിഞ്ഞു. ഇനിയാണെങ്കിൽ പേര് വരെ നമ്മൾ പറയുന്നതിലും തെറ്റില്ല. എങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് പേരുവിവരങ്ങൾ നമ്മൾ പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ കേസ് സംബന്ധിച്ച് രഞ്ജിത്ത് 2 കേസുകളായി. ഒന്ന് ഇവിടെ എടുത്തിരിക്കുന്ന കേസ്, നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുന്ന കേസ്. 2 കോഴിക്കോട് എടുത്തിരിക്കുന്ന കേസ്. അപ്പോൾ കോഴിക്കോട് എടുത്തിരിക്കുന്ന കേസിൽ മൊഴിയെടുക്കാൻ യുവാവിനെ വിളിപ്പിച്ചപ്പോൾ യുവാവ് പറഞ്ഞത് ബംഗളൂരുവിലാണിത് നടന്നത്. തുടർന്ന് കേരള പോലീസ് ബംഗളൂരു DGPക്ക്, കർണാടക DGPക്ക് ഇത് സംബന്ധിച്ചൊരു കത്തയച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ ദേവനഹള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തു. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും അപമാനിക്കലിനും ഈ 2 കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് FIR ഇട്ടത്. ആ കേസിൽ ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബെഞ്ച് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിൽ തന്നെ ഈ കേസിൻ്റെ തുടർ നടപടി റദ്ദ് ചെയ്തിരുന്നു.
കാര്യം അവിടെ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ 2016 പ്രവർത്തനം ആരംഭിച്ച ഒരു ഹോട്ടലിലാണ് 2012 4ാമത്തെ നിലയിൽ വെച്ച് രഞ്ജിത്ത് ഉപദ്രവിച്ചതായി ഈ യുവാവ് മൊഴി നൽകിയിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ ഹോട്ടലിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് രഞ്ജിത്ത് അവിടെ മുറിയെടുക്കുകയും തുടർന്ന് ഈ യുവാവ് എങ്ങനെ അവിടെ എത്തുകയും ചെയ്തു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. പിന്നെ ഈ യുവാവ് പറഞ്ഞ ഡിജിറ്റലായിട്ടുള്ള വീഡിയോ ശേഖരം നടിക്ക് അയച്ചു കൊടുത്തത് എന്ന് പറയുന്നത്, ആ മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തി. യുവാവ് പറഞ്ഞ നടിയയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഹോട്ടൽ രേഖകൾ പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ രജിസ്ട്രേഷൻ നടന്ന സമയം മുതലുള്ള കാര്യങ്ങൾ പോലീസ് അവിടെ നിന്ന് മേടിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം കോടതിയിലേക്ക് എത്തിയപ്പോഴാണ് കോടതിയിൽ ജസ്റ്റിസ് നാഗപ്രസന്ന അന്ന് ഈ കേസിൻ്റെ തുടർ നടപടി ഇനി എടുക്കണ്ട, ഈ കേസിൽ ഇനി തീരുമാനമുണ്ടാകുന്നത് വരെ ഈ കേസിൻ്റെ തുടർ നടപടി അങ്ങനെ കോടതി റദ്ദ് ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഇത് റദ്ദ് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി വീണ്ടും അദ്ദേഹം കോടതിയിലേക്ക്, കർണാടക ഹൈക്കോടതിയിലേക്ക് പോയത്. അദ്ദേഹത്തിന് വേണ്ടി പ്രഫുല്ലിംഗ് നവദക്തി അദ്ദേഹമാണ് ഹാജരായത്, സീനിയർ അഭിഭാഷകനായി എത്തിയതാണ്. അപ്പോൾ അദ്ദേഹം ഹാജരായിക്കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് ഇപ്പോൾ രഞ്ജിത്തിൻ്റെ ഈ പീഡന കേസ് റദ്ദാക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കേരളത്തിലെടുത്തിരിക്കുന്ന കേസിൽ ഇവിടെയും ഇതേ രീതിയിൽ തന്നെ കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് രഞ്ജിത്ത്. ഇവിടെ എടുത്തിരിക്കുന്ന കേസ് ബംഗാളി നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അവരെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പലതവണ വിളിച്ചതും പിന്നീട് മൊഴിയെടുക്കാനൊക്കെ അതിനുശേഷമാണ് സാധിക്കുകയൊക്കെ ചെയ്തത്. അവരെയും ഇവിടെ വെച്ച് ഉപദ്രവിച്ചു എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ് അവരെ ഇവിടെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുത്തത്. അത് ജസ്റ്റിസ് C. ജയചന്ദ്രൻ ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ കേസിലെ റിപ്പോർട്ട് തേടി ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഭാഗം എത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ നിലപാട് എന്താണ് അറിയണം എന്ന് പറഞ്ഞ് പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് കോടതി തേടിയിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെടുത്ത എല്ലാ കേസുകളും തീർപ്പാക്കിയിട്ടുണ്ട്. കാര്യം പരാതിക്കാരും തന്നെ മൊഴി നൽകിയവരാരും തന്നെ മൊഴിപരമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികൾക്ക് സഹകരിച്ചില്ല. അതോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എടുത്ത കേസുകളെല്ലാം തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒന്ന് തന്നെയായിരുന്നു ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ്. അപ്പോൾ അദ്ദേഹം അന്ന് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആ സ്ഥാനം രാജി വെക്കേണ്ടി വന്നു. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡന പ്രശ്നങ്ങൾ കയറി വന്നപ്പോൾ അതിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, അത് ഇനി നമ്മൾ നോക്കുമ്പോൾ ആ ഒരു പദവിയിൽ ഇനി അദ്ദേഹം ഇരിക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് അത് സ്വയം ഒഴിഞ്ഞ് മടങ്ങിപ്പോയത്. അദ്ദേഹം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ റിസോർട്ടിലേക്ക് ആദ്യം പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം ഏറെക്കാലം ഈ ഒരു ലൈംലൈറ്റിൽ നിന്ന് തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് മാറി നിന്നു. ഇത് ദീർഘകാലത്തിന് ശേഷമാണ് ഈ കേസുകൾ വന്നത്. ഇത്രയധികം കാലഘട്ടം എന്തുകൊണ്ട് വൈകി എന്നുള്ള പ്രതിഭാഗത്തിൻ്റെ ചോദ്യത്തോട് കൃത്യമായി മറുപടി നൽകാൻ പ്രോസിക്യൂഷന് സാധിക്കുന്നില്ല. കാരണം ഇര പറയുന്നില്ല. ഇത് എന്താണ് ഇത്രയധികം കാലഘട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് ഇതിലെ പ്രശ്നവും അതുതന്നെയാണ്. ഇവർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായ ശേഷവും വളരെ കാര്യമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കേസുകളുടെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഇരയും അതുപോലെ തന്നെ പ്രതിയും തമ്മിൽ പിന്നീടും വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പീഡന കേസ് നിലനിൽക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പീഡനം നടന്നു, പീഡനത്തിന് ശേഷം ഇര പ്രതിക്കെതിരെ കേസ് കൊടുത്തു. പക്ഷേ പ്രതിക്കോട് അതിനുശേഷവും ഈ കേസ് കൊടുത്ത കാലഘട്ടം കഴിഞ്ഞ ശേഷവും ഡിജിറ്റൽ തെളിവുകൾ പ്രതി ഹാജരാക്കുന്നു. എന്നോട് അതിനുശേഷവും വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്, എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വിവരം ഡീറ്റെയിൽ തെളിവുകൾ അദ്ദേഹം ഹാജരാക്കിയതോടുകൂടി പ്രധാനമായും ഹേമ കമ്മിറ്റിയിലെ കോടതി പരിഗണിച്ചത് ഈ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്കിത് പറയാൻ പറ്റും? ഇത് താൽക്കാലികമായിട്ടുള്ള വിദ്വേഷത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന കേസുകളാണെന്നാണ് അതിൻ്റെ പുറത്തൊരു പ്രശസ്തി കൂടി പ്രശസ്തി, അതുപോലെ തന്നെ അങ്ങനെ ഒരു റിവെഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് കയറിയെന്നാണ് അന്ന് കോടതി ഇക്കാര്യത്തിലൊക്കെ വിലയിരുത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശരിക്കുമുള്ള ഇരകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ശരിക്കുള്ള ഇരകൾ ആരും ഈ രംഗത്തേക്ക് വരാൻ തയ്യാറായിട്ടില്ല. പലരും ഒളിവിൽ
മറഞ്ഞിരിക്കുകയാണ്. പലരും മറ്റ് മേഖലകളിലേക്ക് പോയവരുണ്ട്, ചിലർ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ തുടരുന്നവരുണ്ട്, ചിലർ കുടുംബജീവിതം നയിക്കുന്നവരുണ്ട്. അവരാരും തന്നെ പരാതിയുമായി രംഗത്തെത്താൻ അതിൽ ഭൂരിഭാഗം പേരെന്നല്ല, നല്ലൊരു ശതമാനം പേരും ഒളിവിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വർഷങ്ങളായി ഉള്ള മലയാള സിനിമയിലുള്ള ഒരു കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ എവിടെയും തൊടാതെ, അവിടെ ഇവിടെയും തൊടാതെ മുന്നോട്ട് പോയ ഒന്നാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. നമുക്ക് റാണി പത്മിനി എന്ന് പറയുന്നൊരു നടി ഉണ്ടായിരുന്നല്ലോ, അവരുടെ കഥ പറയാം. അതൊരു പ്രത്യേക എപ്പിസോഡായിട്ട് സംസാരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ രഞ്ജിത്തിനെതിരായിട്ടുള്ള പരാതിയിൽ എല്ലാം തട്ടിപ്പ്, കൃത്രിമം നടന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് ഈ ബംഗളൂരുവിലെ ഹോട്ടൽ, അത് 2016 16 ഉണ്ടാക്കിയ ഹോട്ടൽ 12 അവിടെ പീഡനം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എങ്ങനെ കേൾക്കാനാണ്? ഈ കേസുകളുടെയൊക്കെ മെറിറ്റിനെ കുറിച്ച് കർണാടക ഹൈക്കോടതി ചോദിച്ചു. ഈ കേസിൻ്റെയൊക്കെ മെറിറ്റ് എന്താണ് എന്നുള്ള ചോദ്യം പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി, ഇത് കേരളത്തിലെടുത്ത കേസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യായിരുന്നു എന്നുള്ള മറുപടിയാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതോടുകൂടി തന്നെ കേസ് തീർന്നു, ഏകദേശമൊക്കെ ഒരു തീരുമാനം ആയി കിട്ടുമല്ലോ. അപ്പോൾ ഏതായാലും രഞ്ജിത്തിനെതിരായിട്ടുള്ള ഒരു കേസ് റദ്ദാക്കി, രണ്ടാമത്തെ കേസ് റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും വൈകാതെ തീരുമാനം ആകുമെന്ന് വേണം പ്രതീക്ഷിക്കാം. ശരി.